അപ്ഡേറ്റും അനാലിസുമായി ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് ഒന്ന് പോയിട്ട് വരാം. യു എസ് മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ രീതിയിലുള്ളൊരു ഫോള് നാസ്ഡാക്കിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു മാർക്കറ്റായിരുന്നു കാണാൻ സാധിച്ചത്. 2% ഒരു ഇടിവാണ് നമുക്ക് നാസ്ഡാക്കിൽ കാണാൻ സാധിച്ചത്. S&P 500 1.57% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഡൗ ജോൺസ് 0.94% ഒരു ഇടിവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് യു എസ് മാർക്കറ്റിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്റ്റോക്കുകളിലൊക്കെ യു എസിലെ പ്രധാനപ്പെട്ട ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ട്രെൻഡിൽ ഒരു മാറ്റവും ഇല്ല. അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് ഇന്നലത്തെ നമുക്ക് മിഞ്ഞാന്ന മാർക്കറ്റിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആ കണ്ട റിക്കവറി ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ ഇന്നത്തെ ട്രേഡിൽ ഇനി നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 16,330, 16,330. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള ഒരു മേജർ സപ്പോർട്ട് 15,900 അതിനുശേഷം 15,400 ലെവൽസിലും എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ വ്യാപാരത്തിൽ എനിക്ക് അമേരിക്കൻ വിപണിയിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിലും അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 36,500 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരു 500 പോയിന്റിന്റെ ഇടിവെങ്കിലും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. സാർ, നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോയി വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ബ്രെൻഡ് ക്രൂഡിലെ ഒരു ഇടിവ് നോക്കുമ്പോൾ ഇന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 3.5% ഒരു ഇടിവാണ് ക്രൂഡിൽ നമുക്ക് കാണുന്നത്. ക്രൂഡ് ഓയിൽ നോക്കുമ്പോഴും 3.9% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഒത്തിരി മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്രയും കനത്ത സെല്ലിംഗ് ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്ന. 5 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് വലിയൊരു ക്രൂഡിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുമ്പോഴേക്കും $72 റെസിസ്റ്റൻസ് ആയിരുന്നു ക്രൂഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് $57.67 ക്രൂഡ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. നമുക്ക് ക്രൂഡിന്റെ കേസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഹൗസ് കാണാൻ സാധിക്കുന്നില്ല. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് മുമ്പ് ഒരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗോൾഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 0.1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ച തുടർച്ചയായിട്ട് 3 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,958 ലെവലിലായിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് കവറിംഗ് നടന്നെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ചില സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയാസ് ആദ്യത്തെ 3,050, അതിനുശേഷം 3,080. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ ഒരു ആശ്വാസകരമായ ദിനമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു നേട്ടം രേഖപ്പെടുത്താൻ പ്രധാനപ്പെട്ട സൂചികൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിഫ്റ്റി 50 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തതിന് ശേഷം പിന്നീട് ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും മാർക്കറ്റ് പിന്നീട് ഒരു റിക്കവറി എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓപ്പൺ ചെയ്ത ലെവലിന് മുകളിലൊക്കെ ഇന്നലെ മാർക്കറ്റിന് ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ചെയ്ത ലെവൽ 22,535 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 1.69% ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നമുക്ക് ഇനി നിഫ്റ്റി 50 നോക്കുമ്പോൾ സാറ് വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നിഫ്റ്റി 50യുടെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 23,100 പോയിന്റ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിലെ ബൈയിങ് അവസരങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത്.
സാർ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ആ 50,000 മുകളിലേക്കുള്ള ഒരു ലെവലിൽ ക്ലോസ് ചെയ്യാൻ മാർക്കറ്റിന് ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. 650 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ 50,793 എന്നുള്ള ലെവലായിരുന്നു. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ 1.3% ഒരു നേട്ടം സൂചികയ്ക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിങ് സൂചികയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ 2 വർഷത്തിടെ നിഫ്റ്റി 50 അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് നിഫ്റ്റി ബാങ്കിന്റെ കേസിലും നമുക്ക് ഇന്ന് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 52,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 49,100 പോയിന്റും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ ഇനി ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് BPCLന്റെ ഓഹരി പറ്റിയാണ്. ഇന്നലെ നോക്കുമ്പോൾ ഏകദേശം 4% മുകളിൽ 4.4% ഒരു നേട്ടം രേഖപ്പെടുത്തി 285 എന്നൊരു ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി ഒരു ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ ഒരു ഒക്ടോബർ തൊട്ട് എല്ലാ മാസങ്ങളിലും ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാർച്ച് നോക്കുമ്പോൾ ഒരു 17% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി പറയുമ്പോൾ ഒരു ന്യൂസും നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യയിൽ ഉടനീളം പുനരുപയോഗ ഊർജ്ജം പദ്ധതികൾ പര്യവേഷണം ചെയ്യുന്നതിനായി ഒരു കമ്പനിയുമായി വേറൊരു കമ്പനിയുമായി ഒരു സംയുക്ത സംരംഭം ഏർപ്പെട്ടു എന്നുള്ള ഒരു കരാറിൽ ഒപ്പിട്ടു എന്നുള്ള ഒരു വാർത്തയും ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ഈ BPCL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BPCLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 305 രൂപയുടെ ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 260 രൂപ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പല ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം സിമിലർ പാറ്റേൺ ആണ് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസിൽ 382 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 137 രൂപയുടെ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 148 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബർജർ പെയിൻസിനെ പറ്റിയാണ്. ബർജർ പെയിൻസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 4.6% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്ന സ്റ്റോക്ക് 535 എന്നുള്ള ഒരു ട്രേഡിംഗ് പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൂടാതെ മറ്റൊരു പ്രേക്ഷകൻ എന്നൊരു കമൻ്റായിട്ട് പെയിൻറ്റ് സെക്ടറിനെ പറ്റിയുള്ള ഒരു വ്യൂ കൂടി അറിയേണ്ടതുണ്ടായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പെയിൻറ്റ് സെക്ടറിൽ കൂടി മറ്റു സ്റ്റോക്കുകൾ കൂടി ഒന്ന് പറയാമോ സാർ? വിഷ്ണു, നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ കുറിച്ചായിരുന്നു. അതിന് മുൻപ് നമ്മൾ ക്രൂഡ് ഓയിലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ഇതിൽ പ്രേക്ഷകരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടേഴ്സ് ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുന്ന സമയത്ത് അവർക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതിൽ എസ്പെഷ്യലി എടുത്തു പറയാനുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. കാര്യം അവരുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്രൂഡ് ഓയിൽ. സോ ക്രൂഡ് ഓയിലിന്റെ വില $72 നിന്ന് $57 താഴോട്ട് വരുമ്പോൾ നാച്ചുറലി അത് അവർക്ക് വളരെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വാർത്ത തന്നെയാണ്. അതേസമയം നമ്മൾ മറ്റൊരു ഇൻഡസ്ട്രി വിച്ച് വിൽ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ലോ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഡെഫിനറ്റ്ലി പെയിന്റ് സെക്ടർ. സോ എടുത്തു പറയാനുള്ളത് ഇപ്പൊ ബർജർ പെയിന്റ്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു ബർജർ പെയിന്റ്സിൽ കാണാൻ സാധിച്ചത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 580 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 480. ഇതിനോടൊപ്പം തന്നെ ഒത്തിരി മാസങ്ങളായിട്ട് നമുക്ക് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ്. സോ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ മാർച്ച് മാസത്തിലായിരുന്നു ഒരു മേജർ ബോട്ടം എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ബർജർ പെയിന്റ്സിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഈസ് അറൌണ്ട് 2,400 rupees. 2,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2,650 ഇവിടെ ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് ചില പൊസിഷൻസ് ഓൾറെഡി ഏഷ്യൻ പെയിന്റ്സിലുണ്ട്.
ആൻഡ് ഒരുപക്ഷെ ഏഷ്യൻ പെയിന്റ്സിൽ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് DLFനെ പറ്റിയാണ്. റിയൽറ്റി സെക്ടറിൽ DLF നോക്കുമ്പോൾ 2.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 621 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു, DLFന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അറ്റ് ദ മൊമെന്റ് ഒരു അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 660, 680 ഈ ഒരു റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 723 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതേസമയം ഈ സ്റ്റോക്ക് അടുത്ത 2 സെഷൻസിൽ 600 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപകടമായിരിക്കും. അതിനുശേഷമുള്ള സപ്പോർട്ട് എനിക്ക് 570 കാണാൻ സാധിക്കുന്നുള്ളൂ. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കാണ്. 3.4% ഒരു നേട്ടം സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരുന്നു. 26.43 എന്നുള്ളൊരു ട്രേഡിംഗ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം 35% വലിയൊരു ഫാളാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്ലി ഒരു ഫാൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസവും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു 4 കമ്പനികൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ചകൾക്ക് മുൻപ് ഏകദേശം ഒരു 2600 കോടിയോ മറ്റോ ഒക്യുപൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഇവരെ സമ്മതിച്ചിരുന്നു. ബട്ട് ഇതിന്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മെജോറിറ്റി ഓഫ് ദാറ്റ് ഷെയർസ് വാങ്ങിച്ചത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആയിരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. അതിനെ തുടർന്നായിരുന്നു ആ ഒരു മേജർ സെൽ ഓഫ് ഈ 4 സ്റ്റോക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സാർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് വരുൺ ബിവറേജസ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 540 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നൊരു 40% ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞ മാസത്തിൽ ഒരു ട്രേഡിംഗ് ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ മാസം ഒരു 23% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വരുൺ ബിവറേജസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്ന 562. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 583 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 478 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് GRM ഓവർസീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ 1% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 306 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GRM ഓവർസീസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിലെ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ജനുവരി മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. എനിക്ക് ഈ കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ഈ സ്റ്റോക്ക് 258 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് എൻറ്റേരോ ഹെൽത്ത് കെയർ സൊല്യൂഷനാണ്. 1.9% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 1124 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ 2024 ഒരു IPOയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു അപ്സൈഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എൻറ്റാരോ ഹെൽത്ത് കെയർ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇത് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല.
അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോ റിസ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1070 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹഡ്കോയാണ്. ഹഡ്കോയെ പറ്റി നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 207 എന്നുള്ളൊരു ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. 6.2% ഒരു മുന്നേറ്റം ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്കിനെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ മാർച്ച് മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്കൊരു 21% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹഡ്കോയുടെ കേസിൽ ലോങ് ടേം ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ആദ്യം തന്നെ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാനുള്ളത്, എനിക്ക് ഓൾറെഡി നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിലുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 212 രൂപയിലാണ്. 212 ശേഷം 230 രൂപയിൽ വീണ്ടും ഒരു വലിയ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 183 രൂപയിലായിരിക്കണം നമ്മുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കിറ്റക്സ് ഗാർമെൻറ്റ്സ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 4.67% ഒരു നേട്ടം ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 198 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ 10% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഡിസംബർ തൊട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്നൊരു സ്റ്റോക്ക് കഴിഞ്ഞ മാർച്ചിൽ നോക്കുമ്പോൾ ഒരു 11% നേട്ടം രേഖപ്പെടുത്തിയായിട്ടും കാണുന്നുണ്ട്. കിറ്റക്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Kitex is a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 5-8 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി ആയിരുന്നു കാണാൻ സാധിച്ചിരിക്കുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി മാർച്ച് മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ, പോസിറ്റീവായിട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിന് നല്ല സാധ്യത കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 222 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 178 രൂപയിലായിരിക്കണം നമ്മുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഗ്രാവിറ്റ എന്ന് പറയുന്ന സ്റ്റോക്കിനെ പറ്റിയാണ്. ഗ്രാവിറ്റ നോക്കുമ്പോൾ ഇന്നലെ 2% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 1625 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 40% അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് നിലവിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗ്രാവിറ്റ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1470 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സർ, നമുക്ക് ഇനി ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ആനന്ദ് രാജിനെ പറ്റിയാണ്. ആനന്ദ് രാജ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, സാർ അതിൻ്റെ ഡേറ്റ ലഭ്യമല്ല ഇപ്പോൾ. ആനന്ദ് രാജിൻ്റെ ഒരു താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഒന്ന് ഷെയർ ചെയ്യാമോ? ആനന്ദ് രാജ് വീണ്ടും സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 420 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 570 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മാൻകൈൻ ഫാർമയാണ്. ഫാർമയുടെ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2347 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാൻകൈൻ ഫാർമയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡും രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസോളിഡേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. സ്റ്റോക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2560 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും.
അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വെൽസ്പൺ ആണ്. വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിങ്ങിൽ 1.3% ഒരു നേട്ടമായിരുന്നു ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. 120 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത സ്റ്റോക്ക് മാർച്ചിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, വെൽസ്പണിന്റെ ഏത് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ്. സോ വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ 103 രൂപയ്ക്ക് അടുത്ത് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന് വ്യക്തമല്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 145-ഉം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 165-ന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പ്രീകോൾ ആണ്. പ്രീകോൾ ലിമിറ്റഡ് നോക്കുമ്പോൾ 0.18% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 412 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രീകോൾ വീണ്ടും ഒരു സ്മോൾ ക്യാപ് ആയിട്ടുള്ള ഒരു ഓട്ടോ കോമ്പണന്റ് കമ്പനിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറ്റ് ദ മൊമെന്റ് ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് ഈ സ്റ്റോക്കിൽ എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 378-ന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വിശാൽ മെഗാമാർട്ടാണ്. വിശാൽ മെഗാമാർട്ട് IPO ഈ അടുത്തിടെ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. വിശാൽ മെഗാമാർട്ടിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. വിശാൽ മെഗാമാർട്ടിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിശാൽ മെഗാമാർട്ട് ലിസ്റ്റിംഗിന് ശേഷം ഒരു സൈഡ് വേസ് മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ തൽക്കാലം മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 95-ന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരും. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 113 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 125, അതിനുശേഷമുള്ള മേജർ 130 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ത്രിവേണി ടർബൈനാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 1% ഒരു ഇടിവാണ് സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 488 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് മാർച്ചിൽ ഒരു 15%-ൻ്റെയൊക്കെ നേട്ടം രേഖപ്പെടുത്തിയായിരുന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഈ ഒരു മന്ത്ലി നോക്കുമ്പോൾ ഒരു 13%-ൻ്റെ ഇടിവും എന്നാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ത്രിവേണിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ത്രിവേണിയും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും സ്മോൾ ക്യാപ് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ സ്മോൾ ക്യാപ്പിനെ കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് ബെയറിഷ് ആയി നിലനിൽക്കുന്ന സമയത്ത് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ ലിക്വിഡിറ്റി കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. ആൻഡ് അതേസമയം ഇത്തരം സ്റ്റോക്സിലേക്ക് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷറും വരാൻ പോകുന്നത്. സോ അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ഈ കമ്പനികളുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് IRFC ആണ്. IRFC നോക്കുമ്പോൾ 1.6% ഒരു നേട്ടം രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിങ്ങിൽ IRFCയിൽ 124 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IRFC സംബന്ധിച്ചിടത്തോളം സാർ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി IRFCയുടെ കേസിലും നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 108-ന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിടും. നമുക്ക് ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 136-ഉം അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 154-ഉം ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
സാർ, അവസാനമായി ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഫാർമ സെക്ടറിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റോക്കാണ്. നാറ്റ്കോ ഫാർമയെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ഇന്നലെ 0.56% ഒരു നേട്ടമാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചൊരു മന്ത്ലി ആയിട്ട് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 34%-ൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇടിവായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇനി ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് പ്രൈസ് എന്ന് പറയുന്ന ഏകദേശം 1640 രൂപയ്ക്ക് അടുത്തായിരുന്നു. അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ തൽക്കാലം നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2 മേജർ സപ്പോർട്ട്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 760-ഉം അതിനുശേഷമുള്ള മേജർ സപ്പോർട്ട് 655-ലും കാണാൻ സാധിക്കും. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. അടുത്തത് മാർക്കറ്റ് സ്കിന്നറാണ്. തുടർന്ന് കാണുക. സ്റ്റേ ട്യൂൺഡ്.